ഹലോ ഫ്രണ്ട്സ്, നമ്മളിന്ന് പരിചയപ്പെടാൻ പോകുന്നത് ലേറ്റസ്റ്റ് ആയിട്ട് ഇറങ്ങിയ പ്രേമലു എന്ന സിനിമയെക്കുറിച്ചാണ്. ഇതിൽ സച്ചിൻ്റെയും റീനുവിൻ്റെയും പ്രേമവും അവർ തമ്മിൽ പ്രേമം സക്സസ് ആവുമോ എന്നൊക്കെയാണ് സിനിമയിലുടനീളം കാണിക്കുന്നത്. സിനിമ തുടങ്ങുമ്പോൾ തന്നെ സേലം എഞ്ചിനീയറിംഗ് കോളേജിലെ ഒരാളിൽ നിന്ന് സംസാരിക്കുകയാണ്. കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും അവസാന വർഷ വിദ്യാർത്ഥിയാണ്. അവിടെ സംസാരിച്ചു കൊണ്ടേയിരിക്കുകയാണ് പഴനിയപ്പൻ എഞ്ചിനീയറിംഗ് കോളേജ്. അങ്ങനെ അവിടെയാണ് നായകൻ്റെ എൻട്രി കാണിക്കുന്നത്. നായകനെ അത്യാവശ്യം കഴിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അങ്ങനെ നായകൻ എന്തിനാണ് കഴിച്ചതെന്ന് വെച്ചാൽ ഫ്രണ്ടിനോട് പറയുന്നത് അവനൊരു വൺ സൈഡ് ലവ് ഉണ്ട്, അതിന്ന് തുറന്നു പറയണം. 4 വർഷമായിട്ടുള്ള ലവാണ്. അവളുടെ പേരാണ് അഞ്ജലി. അപ്പോൾ അവളോട് പറഞ്ഞപ്പോൾ അവൾ റിജക്റ്റ് ചെയ്യാണ്. അവൾ ഓൾറെഡി കമ്മിറ്റഡ് ആണെന്ന് പറയും. അപ്പോൾ നായകൻ വാളൊക്കെ വെച്ച് അങ്ങനെ ഇരിക്കുമ്പോഴാണ് പ്രേമലു എന്ന ടൈറ്റിൽ കാണിക്കുന്നത്. അങ്ങനെ നായകൻ വീട്ടിലേക്കെത്തി അമ്മയായിട്ട് സംസാരിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് മനസ്സിലാവും അമ്മയും അച്ഛനും തമ്മിൽ 1.5 വർഷത്തോളം ആയിട്ട് സംസാരിക്കാറൊന്നുമില്ലെന്ന്. നായകനൊരു പെങ്ങളാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ നായകൻ്റെ ഒപ്പം പഠിച്ച സഞ്ജു എന്നുള്ള ഫ്രണ്ടിൻ്റെയും ലക്ഷ്യം UK പഠിക്കാൻ വേണ്ടി പോവുക എന്നുള്ളതായിരുന്നു. അപ്പോൾ അതിന് കുറച്ച് പൈസ വേണം. അപ്പോൾ പൈസയ്ക്ക് വേണ്ടിയിട്ട് അച്ഛനോട് ചോദിക്കുകയാണ്. അപ്പോൾ അച്ഛൻ അമ്മയോട് ചോദിക്കുക എന്ന് പറയൂ. അതോടുകൂടി അച്ഛനും അമ്മയും തമ്മിൽ നേരിട്ടല്ലാതെ സച്ചിനോട് പറയും പോലെ അടിയാവും. അങ്ങനെ അവനെ ഞാൻ വേറെ എവിടെ നിന്നെങ്കിലും സെറ്റായിക്കോളാം എന്ന് പറഞ്ഞ് പോവും. നായകൻ ഇപ്പോൾ നിൽക്കുന്നത് അച്ഛൻ്റെ ബേക്കറിയിലാണ്. സാധനമൊക്കെ ഡെലിവറി ചെയ്യുന്നുണ്ട്. അതിനിടയ്ക്ക് നായകനും സഞ്ജുവും കൂടി ചെന്നിട്ട് വിസക്ക് അപ്ലൈ ചെയ്യുന്നുണ്ട്. അതൊക്കെ അതിനിടയ്ക്ക് കാണിക്കുന്നുണ്ട്. വീണ്ടും വീടൊക്കെ കാണിക്കും. അങ്ങനെ നായകൻ ഒരു ദിവസം ബേക്കറിയിൽ ഇങ്ങനെ നിൽക്കുമ്പോഴാണ് നമ്മുടെ കൊറിയർ സർവീസിൽ നിന്ന് കോള് വരുന്നത്. അങ്ങനെ കോള് വന്ന് സഞ്ജുവും നായകനും കൂടി അവിടെ ചെന്ന് നോക്കുമ്പോൾ സഞ്ജുവിന് വിസ അടിച്ചിട്ടുണ്ടാവും, നായകനെ കിട്ടിയിട്ടുണ്ടാവില്ല. അപ്പം അതിൻ്റെ കാരണം നോക്കിയപ്പോൾ നായകൻ പൈസ അടച്ചിട്ടില്ല. അതുകൊണ്ടാണ് ആ വിഷമത്തിൽ ഇങ്ങനെ നിൽക്കുമ്പോൾ നായകനോട് അച്ഛൻ ഐസ്ക്രീം ഡെലിവറി ചെയ്യാൻ പറയും. അവിടെയാണ് നമ്മൾ അമൽ ഡേവിസിനെ പരിചയപ്പെടുന്നത്. അമൽ ഡേവിസിൻ്റെ വീട്ടിലായിരുന്നു നായകൻ ഐസ്ക്രീം കൊണ്ട് പോകുന്നത്. അപ്പോൾ ഇവൻ്റെ സങ്കടം കണ്ടിട്ട് അമൽ ഡേവിസ് ടെറസിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി കാര്യമൊക്കെ ചോദിക്കും. അപ്പോൾ പ്രേമം തകർന്നതും നാട്ടിൽ ഇനി നിൽക്കാൻ വയ്യ എന്നൊക്കെ അമൽ ഡേവിസിനോട് പറയുന്നുണ്ട്. അമൽ ഡേവിസിനെ കാണുമ്പോൾ നമുക്കൊരു പ്ലസൻ്റ് മൂഡാണ് തിയേറ്ററിൽ കിട്ടുക. അങ്ങനെ കോനായകൻ എന്നൊക്കെ പറയാം. അങ്ങനെ അമൽ ഡേവിസ് ഗേറ്റ് കോച്ചിങ്ങിന് വേണ്ടിയിട്ട് ഹൈദരാബാദിലേക്ക് പോകാൻ പോകും. പിന്നെ കാണിക്കുന്നത് ഹൈദരാബാദ് സിറ്റിയാണ്. അവിടെ നമ്മുടെ നായികയെ കാണിക്കാം. നായിക പുതുതായിട്ടൊരു കമ്പനിയിൽ ജോയിൻ ചെയ്യാൻ വേണ്ടി വന്നിരിക്കുകയാണ്. അപ്പോൾ അവളെ വെൽക്കം ചെയ്യും. അവിടെയാണ് അടുത്ത ക്യാരക്ടർ ആദിക്ക് റീനുവിൻ്റെ മേലെ, അതായത് നായികയുടെ മേലെ ഒരു ചെറിയ കണ്ണുണ്ടെന്ന് നമുക്ക് ആദ്യം തന്നെ മനസ്സിലാവും. ആദിയുടെ ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ ജസ്റ്റ് കിഡിങ് എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ തമാശയൊക്കെ ആക്കുന്ന ഒരു ടൈപ്പായിരുന്നു. ശേഷം അവർ അപ്പാർട്ട്മെൻറ്റിലേക്ക് പോവും. അപ്പാർട്ട്മെൻറ്റിൽ അവരോടൊപ്പം റൂം ഷെയർ ചെയ്യാൻ അവർ കാർത്തികയും നിഹാരികയും അങ്ങനെ 2 പേരുണ്ടാവും. കാർത്തികയും റീനും സ്കൂൾ മേറ്റ്സ് ആയിരുന്നു. അങ്ങനെ അവർ പരിചയപ്പെടുകയൊക്കെ ചെയ്യും. ആ ഒരു പാട്ടിലൂടെ നായകനും ഹൈദരാബാദിലെത്തുന്നതായിട്ട് കാണിക്കും. പിന്നീട് കാണിക്കുന്നത് നായികയും ഫ്രണ്ട്സും കൂടെ ടെറസിലിരുന്നിട്ട് മദ്യപിക്കുന്നതാണ്. അപ്പോൾ അവിടെ വെച്ച് നായികയുടെ ഭർത്താവിനെ കുറിച്ചുള്ള കൺസെപ്റ്റൊക്കെ പറയുന്നുണ്ട്. മെച്യൂർഡായിരിക്കണം, 30 വയസ്സിന് ശേഷം പ്രസവിക്കാൻ താല്പര്യമില്ല, അങ്ങനെയൊക്കെ പറയും. നിഹാരിക പറയും, ഈ ബോട്ടിൽ ഞാൻ ആരെ താഴെ എറിയണം, ആരെ മേൽ ചെന്ന് വീഴുന്നോ അവരെ നീ കല്യാണം കഴിക്കണമെന്ന്. അത് എൻഡിലാണ് ട്വിസ്റ്റ് വരുന്നത്. അത് നമുക്ക് എൻഡിലേക്ക് മാറ്റി വെക്കാം. അങ്ങനെ ശേഷം നായകൻ അവിടെ ഗേറ്റ് കോച്ചിങ്ങിന് പോയി കിടന്നുറങ്ങുന്നതൊക്കെ കാണിക്കും. അപ്പോഴാണ് മനസ്സിലാവുന്നത് നായകൻ്റെയും അമൽ ഡേവിസിൻ്റെയും സാറാണ് അവരെ ഗേറ്റ് കോച്ചിങ്ങിന് നടത്തുന്നതെന്ന്. അയാളുടെ കല്യാണമൊക്കെ ക്ഷണിക്കും. അങ്ങനെ പിന്നെ ഓഫീസ് കാണിക്കുന്നത് റീനുവും അവളുടെ കൊളീഗ്സൊക്കെ ചേർന്ന് ഒരു ഗെയിം കളിക്കുകയാണ്, കില്ല് മാരി എന്നൊക്കെ പറഞ്ഞ്. അപ്പോൾ റീനു പറയും ആദ്യം മാരി ചെയ്യാനാണ് ഇഷ്ടമെന്ന്. അപ്പോൾ ആദ്യയോട് ഇത് പറഞ്ഞപ്പോൾ ആദ്യം ചൂടാവുകയൊക്കെ ചെയ്യും. എന്നിട്ട് ബാത്റൂമിൽ പോയി ഡാൻസ് ചെയ്യും. ആദ്യക്ക് റീനുവിനെ ഇഷ്ടമാണല്ലോ. അങ്ങനെ പിന്നെ ഇവർ കാണിക്കുന്നത് ഇവരെ കൊളീഗായിട്ടുള്ള ശ്രാവണിയുടെ കല്യാണത്തിന് പോകാൻ വേണ്ടി തീരുമാനിക്കുകയാണ്. കല്യാണം വീട്ടിൽ ചെല്ലുമ്പോഴാണ് നമുക്ക് മനസ്സിലാകുന്നത് അവിടേക്ക് തന്നെയാണ് നമ്മുടെ നായകൻ എത്തിയിട്ടുള്ളത്. നായകൻ്റെയും അമൽ ഡേവിസിൻ്റെയും സാറ് തന്നെയാണ് പിന്നെ നമ്മുടെ റീനുവിൻ്റെ ഒപ്പം ജോലി ചെയ്യുന്ന ശ്രാവണി എന്ന്. അങ്ങനെ അവിടെ വെച്ചിട്ട് ഒരു അടിയൊക്കെ ഉണ്ടാകുന്നുണ്ട്. അവിടെ വെച്ച് നായികനെ കാണുന്നത് കണ്ട മാത്രമേ തന്നെ ഇഷ്ടാവും. അങ്ങനെ നിൽക്കുമ്പോഴാണ് യാദവ എന്നുള്ള പാട്ടൊക്കെ കഴിയും. അതിനുശേഷം ഇവർ കമ്പനിയൊക്കെ ആവും. പിറ്റേ ദിവസം കല്യാണം കഴിഞ്ഞിട്ട് അവർക്ക് അവരുടെ ടീമിൻ്റെയോടൊപ്പം ആദ്യം ഇല്ലാത്തതുകൊണ്ട് പോകാൻ താല്പര്യമില്ല എന്നൊക്കെ പറയും. ആദ്യക്ക് വേറെ എന്തോ ഒരു പ്രശ്നം കാരണം പോകാനായില്ല. അങ്ങനെ ഇവർ അമൽ ഡേവിസിനും നായകനും ഒപ്പം പോകാൻ വേണ്ടി തീരുമാനിക്കുകയാണ്. ആദ്യക്ക് അവരെ ഒപ്പം പറഞ്ഞേക്ക്
ഒട്ടും താല്പര്യമില്ലായിരുന്നു. കാരണം സച്ചിനൊന്നും ഇഷ്ടമല്ലായിരുന്നല്ലോ. എന്നിട്ടും സമ്മതിക്കേണ്ടി വരും. നായികയെ സച്ചിനും റീനും എന്ന് വിളിക്കാം. അങ്ങനെ നമ്മുടെ സച്ചിനും അമൽ ഡേവിസിനും ബെറ്റർ ആയിട്ടുള്ള ഒരു അപ്പാർട്ട്മെൻറ്റ് വേണം. അപ്പോൾ റീനു അത് അരിയത്തുണ്ട് എന്ന് പറയുന്നുണ്ട്. അതിന് കുറച്ചുകൂടെ വാടക കൊടുക്കേണ്ടി വരുന്നതിനാൽ സച്ചിൻ അവിടെ തോമസ് ഫ്രൈഡ് ചിക്കനിൽ ജോലിക്ക് ചേരുകയാണ്. അത് അമൽ ഡേവിസിൻ്റെ കസിൻ്റെ ഒരു കടയാണ്. അങ്ങനെ അവരുടെ ജോലിക്ക് ചേർന്ന് പിറ്റേന്ന് റീനു വിളിക്കും, അപ്പാർട്ട്മെൻറ്റ് റെഡി ആയിട്ടുണ്ടെന്ന് പറഞ്ഞ്. അങ്ങനെ അവർ അങ്ങോട്ടേക്ക് മാറുകയാണ്. അതിനിടയ്ക്ക് ആദ്യം അവർക്ക് അവിടെയുള്ള ലേഡീസിന് പെപ്പർ സ്പ്രേ കൊടുക്കുന്നുണ്ട്. അത് എൻ്റെ ട്വിസ്റ്റ് ആകുന്നുണ്ട്. അങ്ങനെ അപ്പാർട്ട്മെൻറ്റിലേക്ക് മാറി അവരവിടെ വെച്ച് കൂടുതൽ അടുക്കുകയാണ്. നമ്മുടെ നായകനും നായികയൊക്കെ സംസാരിച്ച് കൂടുതൽ അടുക്കുകയാണ്. ഇതിവിടെ ഒരു ഉൾട്ട നടക്കുന്നുണ്ട്. കാർത്തിക കരുതും അമൽ ഡേവിസിന് കാർത്തികയോടുള്ള ഇഷ്ടം കാരണമാണ് അവരിങ്ങനെ പുറകെ നടക്കുന്നതും കൂടുതൽ അടുക്കാൻ ശ്രമിക്കുന്നതും ഒക്കെയെന്ന്. പിന്നീട് അവരെ നമ്മുടെ റീനുവിനെയും ഫ്രണ്ടിനെയും പബ്ബിലേക്ക് ക്ഷണിക്കുന്നുണ്ട്. പബ്ബിലേക്ക് പോകുന്ന ദിവസം റീനു ബൈനോക്കുലറിലൂടെ നമ്മുടെ നായകൻ നോക്കും. അവിടെയൊക്കെ രസകരമായ കുറേ സീനുകളുണ്ട്. പിന്നെ പബ്ബിൽ വെച്ച് റീനുവിനോട് പറയാനുള്ള മടി കൊണ്ട് നായകനും അമൽ ഡേവിസും, അതായത് സച്ചിൻ അമൽ ഡേവിസും കാർത്തികയോട് കാര്യം പറയും. അപ്പോൾ അപ്പോഴാണ് കാർത്തികയ്ക്ക് മനസ്സിലാകുന്നത് തന്നെയല്ല റീനുവിനെ സച്ചിൻ നോക്കുന്നുണ്ടെന്ന്, അമൽ ഡേവിസ് തന്നെയല്ല എന്ന്. ആ ഒരു വിഷമത്തിലും ദേഷ്യത്തിലും പിന്നെ ഇത് പെട്ടെന്ന് കേട്ടതിലും റീനുവിൻ്റെ സ്വഭാവം അറിയാവുന്നത് കൊണ്ടും ഇഷ്ടങ്ങൾ അറിയാവുന്നതുകൊണ്ടും നടക്കില്ല എന്നുള്ള കാര്യം തീർത്തു പറയും. രണ്ടാമത്തെ ലവും ബ്രേക്കപ്പായി എന്നുള്ള കിട്ടിയില്ല എന്നുള്ള സങ്കടത്തിൽ സച്ചിൻ ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ സച്ചിൻ ഇങ്ങനെ പറയുന്നുണ്ട്, ബീന ടീച്ചറുടെ മോനെ എല്ലാം പഠിച്ച് ഒരു പെണ്ണിനെ വളക്കാൻ ഒഴിച്ചെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതിന് ശേഷം പിന്നെ കാണിക്കുന്നത് റീനു പ്രൊബേഷൻ ക്ലിയർ ചെയ്തതാണ്. അങ്ങനെ ക്ലിയർ ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് ട്രീറ്റിന് പറയുന്നു. അങ്ങനെ നമ്മുടെ തോമസ് ഫ്രൈഡ് ചിക്കനിൽ സച്ചിൻ ജോലി ചെയ്യുന്ന അവിടെ വിളിച്ചിട്ട് ബർഗർ ഓർഡർ ചെയ്യാണ്. അപ്പം സച്ചിൻ റീനുവിനോട് ചോദിക്കുന്നുണ്ട് ആദ്യം റീനുവിൻ്റെ ബോയ് ഫ്രണ്ടാണ് എന്ന്. അപ്പോൾ അവിടെയൊക്കെ നല്ല കുറേ ഡയലോഗുകളുണ്ട്. അതിനുശേഷം സച്ചിന് സ്വന്തം കോളേജിൽ സർട്ടിഫിക്കറ്റ് വാങ്ങാൻ പോവുകയാണ്. അങ്ങനെ വാട്സപ്പിൽ റീനുവിൻ്റെ ഫോട്ടോ കണ്ടിട്ട് സുഖമില്ലാത്തത് എന്താണെന്ന് വിളിച്ച് സച്ചിൻ അന്വേഷിക്കുകയാണ്. അപ്പം വയറിന് സുഖമില്ലാത്തതുകൊണ്ട് നാട്ടിൽ പോകാൻ ഇപ്പോൾ സേലത്തെത്താറായി എന്ന് പറയും. അങ്ങനെ അത് അറിഞ്ഞതോടുകൂടി സച്ചിൻ പറയും ഞാൻ സേലത്തുണ്ട്. അങ്ങനെ ഒരു പാർട്ടിയുടെ അടുത്ത് പോയി മരുന്നൊക്കെ ശേഖരിച്ചിട്ട് സച്ചിൻ ഓടുകയാണ് ട്രെയിനിൻ്റെ അടുത്തേക്ക്. അവളുടെ കൂപ്പ മുന്നോട്ടേക്ക് പോയത് കൊണ്ട് മുന്നിലേക്ക് ഓടിച്ചില്ലാണ്, വീഴുന്നൊക്കെ ഉണ്ട്. അതൊക്കെ നമുക്ക് ശരിക്കും ഫീൽ ചെയ്യും തിയേറ്ററിൽ കാണുമ്പോൾ. അങ്ങനെ മരുന്നൊക്കെ കൊടുക്കുകയാണ്. ശേഷം അവളുടെ കമ്പാർട്ട്മെൻറ്റ് തന്നെ ബർത്ത് ഷെയർ ചെയ്യാണ്. അങ്ങനെ റീനു ഉറങ്ങുന്ന സമയത്ത് സച്ചിൻ ഇഷ്ടം പറയും, പക്ഷേ അത് അവൾ കേൾക്കില്ല. എന്നാലും റീനുവിന് ഫീൽ ചെയ്യുന്നുണ്ട് സച്ചിൻ ഇഷ്ടമാണെന്ന്. അങ്ങനെ അവർ കൂടുതൽ അടുക്കുകയാണ്. അങ്ങനെ റീനുവിൻ്റെ ബർത്ത്ഡേ എത്താണ്, ഹൈദരാബാദിൽ വെച്ചാണ്. അച്ഛനും അമ്മയും ഒക്കെ വന്നിട്ടുണ്ട്. അവിടത്തേക്ക് ഇവർ ഗിഫ്റ്റുമായിട്ടൊക്കെ ചെല്ലുകയാണ്. അതൊക്കെ നല്ല അടിപൊളി സീനുകളായിരുന്നു. അങ്ങനെ അവിടെ എത്തുമ്പോൾ ആദ്യം അവിടെ ഉണ്ടാവും. ആദ്യക്ക് സത്യം പറഞ്ഞാൽ റീനു സച്ചിനെയൊക്കെ കെയർ ചെയ്യുന്നത് തീരെ ഇഷ്ടപ്പെടില്ല. അത് അയാളുടെ മുഖത്ത് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. കാരണം ആദ്യമൊക്കെ റീനുവിനെ വലിയ ഇഷ്ടമായിരുന്നു. അങ്ങനെ ഒരു ടൂറ് വരികയാണ് അവരുടെ ഓഫീസിൽ നിന്ന്. അതിലേക്ക് റീനുവിൻ്റെ അച്ഛനും അമ്മേനെയും വിളിക്കുമ്പോൾ പിന്നെ ഇവരെ കൂടി നമ്മുടെ സച്ചിനെയും കൂടി വിളിക്കുകയാണ്. അത് അങ്ങനെ മെല്ലെ മെല്ലെ നമ്മുടെ സച്ചിനും റീനുവും കട്ട കമ്പനിയാവുകയാണ്. റീനുവിൻ്റെ ഓഫീസിൽ ഒരു ജോബിന് വേണ്ടിയിട്ട് നമ്മുടെ സച്ചിൻ്റെ ഒപ്പം റീനു പോയിട്ട് അവൻ്റെ ബയോഡാറ്റ തയ്യാറാക്കി കൊടുക്കുന്നതാണ്. ആ സമയത്ത് റീനുവിനെ അവൻ സച്ചിന് പ്രപ്പോസ് ചെയ്യും. റീനു അത് റിജക്റ്റ് ചെയ്ത് ഇറങ്ങിപ്പോവും. എത്തി ആ സങ്കടത്തിൽ നിൽക്കുമ്പോഴാണ് കാർത്തിക അവൾ പോവുകയാണെന്ന് കൂടെ പറയുന്നത്. പോരാത്തതിന് ഓഫീസിലെത്തിയപ്പോൾ ആദ്യ ടൂറിനെ മറ്റവരെ സച്ചിനെ കൂട്ടിയതിന് ചീത്തയും പറയും. എല്ലാം കൂടെ ആയപ്പോൾ റീനു ചെന്ന് സച്ചിനെ കാണും. സച്ചിനെ കണ്ടിട്ട് സംസാരിക്കണമെന്ന് പറഞ്ഞിട്ട് സന്ധ്യ ആവുന്നത് വരെ കാത്തു നിൽക്കും. ഇത് സച്ചിനോട് പറയും നമുക്കിത് റെഡിയാവില്ല, ഞാൻ നിനക്ക് വല്ലാതെ ഹോപ്പ് തരുന്നത് പോലെ എനിക്കും തോന്നിയിട്ടുണ്ട്, അപ്പോൾ നമുക്ക് പിരിയാമെന്ന് പറയും. അപ്പോൾ സച്ചിനത് വല്ലാതെ വിഷമാവും. സച്ചിന് റൂമിൽ വന്നിട്ട് ഒരുപാട് കരയും. പിറ്റേന്ന് റീനു വന്നിട്ട് അമൽ ഡേവിസിനെ കാണുമ്പോഴാണ് അറിയുന്നത് സച്ചിന് ചെന്നൈയിലേക്ക് തിരിച്ചു പോയിന്ന്. അങ്ങനെ സച്ചിൻ ചെന്നൈയിലെത്തി. അവിടെ ജോലിയൊന്നും സെറ്റാവാതായപ്പോൾ ഈ റിയാലിറ്റി ഷോ ഒക്കെ ഇല്ലേ, അതിലൊക്കെ ഓഡിയൻസായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ വേണ്ടി പോവും. അങ്ങനെ ജോലി കിട്ടാത്തതിൻ്റെ പേരിൽ സച്ചിന് അങ്ങനെ
ഒക്കെ പോകും. ആ സമയത്ത് കാർത്തിക കൂടെ പോയതോടുകൂടി റീനുവിന് ശരിക്കും സച്ചിനെ മിസ് ചെയ്യാൻ തുടങ്ങും. അവിടെ തൊട്ടാണ് റീനു ശരിക്കും സച്ചിനെ മിസ് ചെയ്യാൻ തുടങ്ങുന്നത്. അങ്ങനെ കാർത്തികയുടെ കല്യാണം വന്നെത്തും. കല്യാണത്തിന് റീനു ആരെയോ പ്രതീക്ഷിച്ച് നിൽക്കുമ്പോൾ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. ആ സമയത്താണ് നമ്മുടെ നായകൻ സച്ചിനും അമൽ ഡേവിസും കയറി വരുന്നത്. അങ്ങനെ റീനു അവനോട് പോയിട്ട് കോമൺ ആയിട്ടൊക്കെ സംസാരിക്കും. ആ സമയത്ത് ആദി വന്ന് ഇൻറ്ററപ്റ്റ് ചെയ്യും. എന്നിട്ട് സച്ചിനെയും അമൽ ഡേവിസിനെയും കൂട്ടിക്കൊണ്ടുപോയിട്ട് നിങ്ങളുടെ പ്രശ്നം എന്താ, റീനുവിനെ എന്നെയാണ് ഇഷ്ടം എന്നുള്ള നിലക്കൊക്കെ സംസാരിക്കും. അപ്പോൾ റീനു പറയും ആദിയെ ഇഷ്ടമല്ല എന്ന്. അപ്പോൾ ആദിയെ ശരിക്കും കളിയാക്കുന്നത് പോലെ അവരവിടുന്ന് ചിരിക്കുന്നുണ്ട്. ശരിക്കും ആദിയെ അവർ കളിയാക്കുന്നുണ്ട്. എന്നിട്ട് അവർ കുടിച്ച് അവിടെ കിടന്നുറങ്ങിപ്പോവും. പിറ്റേന്ന് തിരിച്ച് UK പോകാൻ വേണ്ടിയിട്ട് ഇങ്ങനെ നിൽക്കുകയായിരുന്നു. റീനു വരില്ല എന്ന് കരുതി നിൽക്കുമ്പോഴാണ് റീനു എത്തുന്നത്. ഇതൊക്കെ എന്നാൽ ആദി കാണുന്നുണ്ടാവും. അപ്പോൾ അവർ ഒരുമിച്ച് പോകുമ്പോൾ ആദ്യം ചെന്ന് അവരുടെ പിറകെ ചെന്നിട്ട് അവരെ ടോർച്ചർ ചെയ്യാൻ തുടങ്ങും. അവരെ പിറകെ തന്നെ ചെന്നിട്ട് വണ്ടിക്കൊക്കെ ഇടിക്കാനൊക്കെ തുടങ്ങും. അപ്പോൾ ആ സമയത്ത് ആണ് റീനു സച്ചിനെ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ടെന്നും സച്ചിനില്ലാതെ ജീവിക്കാനാവില്ല എന്നും ഇഷ്ടം തുറന്ന് പറയുന്നത്. ഇവിടെയാണ് നമ്മൾ ആദ്യം പറഞ്ഞ ട്വിസ്റ്റ് ഉള്ളത്. ഈ പെപ്പർ സ്പ്രേ ആദിക്ക് തന്നെ പരീക്ഷിച്ചതിന് ശേഷം അവരവിടുന്ന് രക്ഷപ്പെട്ടു പോവുകയാണ് ചെയ്യുന്നത്. ശേഷം എയർപോർട്ടിലെ സീനുകളാണ്. അവരിഷ്ടമൊക്കെ തുറന്ന് പറഞ്ഞ് ഒരു ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പിലേക്ക് മാറുകയാണ്. ആക്ച്വലി സിനിമ ഇവിടെ തീർന്നു, അവരൊന്നായി എന്നുള്ള രീതിക്ക് കാണിച്ചുകൊണ്ട് തീർന്നു. പിന്നീടാണ് നമ്മൾ പണ്ട് ബിയർ ബോട്ടിൽ വലിച്ചെറിഞ്ഞില്ലേ, ആ ഒരു സീന് കാണിക്കുന്നത്. ആ സീനിൽ ആ ബിയർ ബോട്ടിൽ വന്ന് പതിക്കുന്നത് നമ്മുടെ സച്ചിൻ്റെ മേലിൽ തന്നെയാണെന്ന് കാണിച്ച് സിനിമ